ഹലോ കൂട്ടുകാരെ. ഇതൊരു നല്ല മീൻകറിയാണ്. കണ്ടിട്ട് തന്നെ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റുള്ള മീനാണെന്ന്. ഞാനിങ്ങനെ മീൻ വയ്ക്കുന്നതെന്നറിയാമോ? എല്ലാവരും കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അങ്ങനെയല്ലേ എടുക്കുന്നത്. പക്ഷെ ഞാനിതൊന്നും അരിഞ്ഞല്ല കേട്ടോ, ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. ചെറിയ ഇടികല്ലില്ലേ നമുക്ക് വീട്ടിൽ, ആ ഇടികല്ലിൽ ഞാൻ ഒരു വാള ഉള്ളിയും ഒരു വാള ചുവന്നുള്ളിയും ഒരു ചുള വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ പതുക്കെ ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ പതുക്കെ ചൂടാകുന്ന സമയത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ചെടുത്തതും ഇട്ടിട്ട് പതുക്കെ വഴറ്റി അതിൻ്റെ നിറമൊന്ന് മാറി തുടങ്ങുമ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കും. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തിട്ടാട്ടോ മുളക് പൊടി ചേർക്കുന്നത്. തീ ഓഫ് ചെയ്യാതെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മീൻ ഏകദേശം ആവശ്യമുള്ളൊരു മുളക് പൊടി നമുക്ക് എടുത്തിട്ട് അത് പതുക്കെ ഒന്ന് വഴറ്റി കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകരുതല്ലോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തമ്മിൽ നന്നായിട്ട് അങ്ങ് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കും. ആ വെള്ളം ഒഴിച്ച് അതിൽ 2-3 കുടപ്പുളി, ആവശ്യത്തിന് മീൻ നമ്മൾ എന്തുമാത്രമാണ് മേടിക്കുന്നതെന്നനുസരിച്ചിട്ടുള്ള കുടപ്പുളി. അപ്പോൾ സാധാരണ ഒരു 1.5 കിലോ മീനൊക്കെ ഞാൻ 3 കഷ്ണം കുടപ്പുളിയാണ് ഉപയോഗിക്കാറ്. ആ കുടപ്പുളി നല്ലപോലെ കഴുകി നമ്മൾ ഈ മുളകൊക്കെ വഴറ്റി അതിലേക്ക് നമ്മളിടും. ഇട്ടിട്ട് ആ പുളിയും ഉള്ളിയും എല്ലാം കൂടി പതുക്കെ തിളച്ചങ്ങ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മീനങ്ങ് നല്ലപോലെ കഴുകിയെടുത്ത മീൻ ഓരോന്നായിട്ട് പറക്കിയിടും. എന്നിട്ട് ഞാൻ ഇത് കുറച്ച് നേരം മൂടി വയ്ക്കും. മൂടി വെച്ച് പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് പതുക്കെ തിളച്ച് ഒരു വിധം മീൻ വേവാറായി എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കും. ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് ശരിയാണോ എന്ന് നോക്കും. ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ സാധാരണ തക്കാളി ഇടും. ഒരു തക്കാളി പതുക്കെ ഇങ്ങനെ കീറി മീനിലേക്ക് ചേർക്കും. അപ്പോൾ അത് കഴിഞ്ഞ് തക്കാളിയും പതുക്കെ തിളച്ച് കഴിയുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും മുളകും ഒക്കെ ആയോ എന്ന് നോക്കിയതിന് ശേഷം 1-2 കറിവേപ്പില കൂടി അതിൻ്റെ മീതെ ഇട്ടിരിക്കും. കാരണം മീൻ വെച്ച് വാങ്ങാറാവുമ്പോൾ 1-2 കഷ്ണം കറിവേപ്പിലയോടെ ഇടുവാണെങ്കിൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും മീതി ഒന്നൊഴിക്കും. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണ മീനുമൊക്കെ ആയിട്ട് അങ്ങ് ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. അങ്ങനെയാണ് ഞാൻ മീൻ വയ്ക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ മീൻ വയ്ക്കുന്നത്. ഞാനിവിടെ വയ്ക്കുന്ന രീതി പറഞ്ഞുവെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്ന് വെച്ച് നോക്ക്. എന്നിട്ട് നല്ലതാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിനകത്തൊരു എന്തെങ്കിലും ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ വയ്ക്കില്ലേ?